Magic morning. Hello. Magic morning. Morning to Magic morning. Magic morning. Magic morning. Magic morning. Okay. Thank you so much to all. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ നമ്മുടെ സെഷൻ എടുക്കുന്നത് നമുക്ക് കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആൻഡ് MSc അപ്ലൈഡ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ദേവിക മാമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ ചിന്തു മാമിന്റെ മോള് കൂടെയാണ്. സോ മാമിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ് ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ്. ഓക്കെ, ഈ ഒരു നല്ലൊരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദേവിക മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. ദേവിക മാം. ഹലോ, ഒരു മിനിറ്റ് ഇപ്പൊ തുടങ്ങി. ഓക്കെ കുട്ടി ഓക്കെ. Sir, good morning. Magic morning. ബാക്കിയുള്ളവരൊന്നും ശീല ഒന്നും വേണ്ടിയതില്ലല്ലോ. ഓക്കെ, നിങ്ങളെല്ലാവരും നമ്മുടെ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ ചലഞ്ചിന്റെ വിന്നറുടെ. കണ്ടിട്ടുണ്ടായിരുന്നു. ദിവ്യ മാം, കൺഗ്രാറ്റ്സ്. ദിവ്യ മാം കേൾക്കുന്നുണ്ടോ? ഹലോ. ഹലോ. അതെ, ഓക്കെ ഓക്കെ. ഓക്കെ, നമുക്ക് എന്തായാലും 2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം അല്ലേ? എങ്ങനെയുണ്ട് പുതിയ ആളുകളൊക്കെ? ഹാപ്പിയാണോ? രണ്ട് സബ് ഗ്രൂപ്പിലും ചലഞ്ച് വന്നിട്ടുണ്ടാവും. റീത മാമിന്റെ ഗ്രൂപ്പിലൊക്കെ വന്നിട്ടുണ്ട്. ചലഞ്ചസ് ഒക്കെ വെക്കുന്ന സമയത്ത് മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഈ മോർണിംഗ് സെക്ഷൻ്റെയും കൂടി നമുക്ക് എഫക്ട്സും കാര്യങ്ങളും നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ചലഞ്ചസും കൂടി, അതായത് നമ്മുടെ എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യുന്നുണ്ടായിരിക്കും നമ്മുടെ സെവേഴ്സ് കൾച്ചറൊക്കെ. പക്ഷെ നമ്മൾ വിട്ടു പോകാണ്ടിരിക്കാനും പറയുന്ന കാര്യത്തിൽ കറക്റ്റ് ചെയ്യാനും കൂടെ നമുക്കൊന്നൊരു മോട്ടിവേഷൻ പോലെ ആയിരിക്കും ഈ ചലഞ്ചസ് ഒക്കെ ഉണ്ടായിരിക്കുക. മാക്സിമം എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. എന്റെ ഗ്രൂപ്പിൽ പുതിയ ആളുകൾ എന്താ പറയാ കണ്ടിന്യൂസ് ആയിട്ട് ജോയിൻ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പേഴ്സണലി വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പൊ ഓരോരുത്തരും ഓരോ എക്സ്ക്യൂസസ് ആണ്. പനിയാണ്, പിന്നെ പറ്റുന്നില്ല കയറാനായിട്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളുമാണ്. അപ്പൊ അതൊന്ന് കൺസിസ്റ്റന്റ് ആയതിനു ശേഷം ചലഞ്ച് വെക്കാന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ നമ്മൾ വെച്ചിട്ട് ആരും വന്നില്ലെങ്കിൽ പിന്നെ കാര്യമില്ലല്ലോ. ക്ലാസ്സിൽ തന്നെ കയറാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പോ
ഇന്നലെ ഞാൻ വൈകിട്ട് വിളിച്ച് ചോദിച്ചിരുന്നു എന്താന്ന്. അപ്പൊ 2-3 ആളുകളെ, കുറച്ചും കൂടി ആളുകളെ ഇതിലേക്ക് കൊണ്ടുവരണം. വന്ന ആളുകൾ അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടില്ല അവര്. അങ്ങനെ എക്സ്ക്യൂസസുകൾ ഒരുപാട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതൊന്ന് കൺസിസ്റ്റന്റ് ആയിട്ട് വന്നതിന് ശേഷം വെക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ മാം. അവരുടെ പേരും അത്തരം ഡീറ്റെയിൽസ് ഒന്നും പറയണേ, ആരാണ് എന്താണ് എന്നുള്ളത്. ഒരുപാട് നാളായോ ജോയിൻ ചെയ്തിട്ട്? ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ടോ? ഇല്ല, സബ് ഗ്രൂപ്പ് അല്ല, പ്രീത മാമിന്റെ ഗ്രൂപ്പിലായിരുന്നു ആദ്യം. പിന്നെ ഇങ്ങോട്ട് വന്നതാണ്. ഇപ്പൊ സബ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അവരിങ്ങോട്ട് വന്നതാണ്. അതെ. അപ്പോ യെസ്. ഞാൻ പറഞ്ഞു എനിക്ക് അജിഷ മാമിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാനാണ്. എപ്പോ തുടങ്ങി നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വരുമെന്ന് നിങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ വിളിച്ചപ്പോഴ്. ഓക്കെ. ഒരുപാട് അപ്പൊ ടൈം ഗ്യാപ്പ് നോക്കട്ടെ, 1 വീക്കിന്റെ അകത്ത്. സോറി മാം, എന്താ പറഞ്ഞത്? ഇല്ല, നമുക്ക് ഒരുപാട് ടൈം ഗ്യാപ്പ് എടുത്തിട്ടാണ് ജോയിൻ ചെയ്യുന്നത് വെച്ചാൽ അവരുടെ പറയേണ്ടി വരും. നമുക്ക് ഒരുപാട് ഇങ്ങനെ മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവരെ ഇതിന്ന് നമുക്ക് ലിവ് ചെയ്യിപ്പിക്കേണ്ടി വരും. അതാണ്. അതെ തീർച്ചയായിട്ടും. ഞാൻ ഇന്നലെ പ്രവീത എന്ന് പറഞ്ഞിട്ട് ഒരാളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു വ്യക്തിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ മകളുടെ എന്തൊക്കെയോ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ ആയിട്ട് എനിക്ക് അറിയിക്കണം, കാരണം എനിക്ക് അജിഷ മാമിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. കാരണം അതിനനുസരിച്ചുള്ള ആക്ഷൻ എടുക്കാനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു തീർച്ചയായിട്ടും പറയാം 2 ദിവസത്തിനുള്ളിൽ പറഞ്ഞു. പിന്നെ ഷാ എന്ന് പറഞ്ഞിട്ടൊരു മാം ഉണ്ടായിരുന്നു. അപ്പൊ അവര് കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. പേര് കൃത്യമായിട്ടല്ല എന്താ പറയാ ഇതിൽ എഴുതിയിരിക്കുന്നത്. അപ്പോ സബ് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുക്കണം എന്ന്. കാരണം നമുക്ക് ചിലവരുടെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് പോലും അറിയില്ല, അങ്ങനെയാണ് പേരെഴുതിയിരിക്കുന്നത്. അപ്പോ ഇന്ന് സബ് ഗ്രൂപ്പിൽ ഞാനൊരു മെസ്സേജ് ഇടുന്നുണ്ട്. പേഴ്സണലി 3-4 പേരെ ഇന്ന് ഒന്നും കൂടി വിളിക്കാം. ഓക്കെ മാം. അതിന്റെ അപ്ഡേഷൻ അതിനനുസരിച്ച് അപ്ഡേഷൻ തരാം. യെസ്. ഓക്കെ. ശരി. സിന്ധു മാം, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഗുഡ് മോർണിംഗ് എവരിവൺ. ഗുഡ് മോർണിംഗ്. ഞാനിന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ടു ലേറ്റ് എന്നുള്ളതാണ്. നമ്മൾ ഒരു വട്ടെങ്കിലും ലൈഫിൽ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും വൈകിപ്പോയി, അല്ലെങ്കിൽ നമ്മൾ ഒരു വട്ടെങ്കിലും ലൈഫിൽ ചിന്തിച്ചിട്ടുള്ള കാര്യമായിരിക്കും ഭയങ്കരമായിട്ട് വൈകിപ്പോയി, ഇനി അത് ചെയ്യണ്ടെന്നുള്ളത് അല്ലേ. എല്ലായിടത്തും നിത്യജീവിതത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്, അല്ലെങ്കിൽ ഒരു വാചകമാണത്. നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നെങ്കിലും അതിന്റെ പിന്നിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇറ്റ്സ് നോട്ട് ടു ലേറ്റ്, വൈകിപ്പോയിട്ടില്ല എന്ന് പറയാനാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ വൈകിപ്പോയി അല്ലെങ്കിൽ ഈ സമയം നിശ്ചയിക്കുന്നത് ആരാണ്? നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റിയാണ്. ഓരോ മനുഷ്യന്റെ ജീവിതത്തിലും ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള സമയമുണ്ട്. പക്ഷെ നമ്മുടെ സൊസൈറ്റി ഒരു മാർജിൻ അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ കാര്യങ്ങൾക്ക് അല്ലെ. ഇപ്പൊ ഒരു 20 വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യണം. ഒരു 25 കൂടി നമുക്ക് ജോബ് കിട്ടി നമ്മൾ കല്യാണം കഴിച്ചിരിക്കണം. ഒരു 30s കൂടി നമുക്ക് മക്കളായിരിക്കണം. ഇങ്ങനെ കുറെ മിഥ്യാധാരണകൾ നിറഞ്ഞിട്ടാണ് നമ്മുടെ സൊസൈറ്റി പറയണത് അയ്യോ വൈകിപ്പോയല്ലോ, എന്തിപ്പോ ഇത്ര വയസ്സായിട്ട് കല്യാണം കഴിക്കാത്ത, ഇതുവരെ പഠിച്ചു കഴിഞ്ഞില്ലേ, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ അല്ലെ. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭൂമിയിൽ അല്ലെങ്കിൽ ഒരു ലോകത്തിലാണ് നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ ഈ ലോകത്തിന്റെ ഏത് കോണിൽ നടന്ന കാര്യങ്ങളും നമ്മുടെ കൺമുന്നിൽ എത്തുകയാണ് സോഷ്യൽ മീഡിയ വഴി. എന്നിട്ടും നമ്മൾ ഇപ്പോഴും ആ പഴയ കാലത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോലും, ഇത്രയും പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിലൊക്കെ നിൽക്കുന്ന നമ്മൾ പോലും ചോദിക്കല്ലേ അയ്യോ 25 വയസ്സായില്ലേ, ഇതുവരെ കല്യാണം കഴിഞ്ഞില്ലേ, അല്ലെങ്കിൽ 30 വയസ്സായില്ലേ, ഇതുവരെ അവർക്ക് കുട്ടികളൊന്നും ആയില്ലേ.
അതും അല്ലെങ്കിൽ ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡാൻസോ പാട്ടോ ഒക്കെ പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഡാൻസോ പാട്ടോ അങ്ങനെ എന്തെങ്കിലും ആർട്ട് ഫോമോ ഇല്ലെങ്കിൽ സ്റ്റഡീസ് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ നോക്കി നമ്മൾ പറയും, ഓ ഇത്ര വയസ്സായിട്ട് ഇപ്പോഴാണോ അവരിതൊക്കെ ചെയ്യണത്? എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് ഈ ടൈം ലൈൻസ് ഉള്ളത്? ഇങ്ങനെ നമുക്ക് വൈകിട്ടില്ല, ഒരാളൊരു കാര്യത്തിന് റെഡി ആകുമ്പോ വൈകിട്ടില്ല, നിങ്ങൾ അത് ചെയ്തോളൂ. അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു കാര്യത്തിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം സെൽഫിനോട് പറയാണ് വൈകിട്ടില്ല, നമുക്കത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയിലോട്ടാണ് നമ്മളും നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരും മാറി വരേണ്ടത്. ഇപ്പൊ കോമൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കേസസ് ഇപ്പൊ റീസെന്റ് ഒരു അതുല്യ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്യണ്ടായി. അപ്പൊ ആ കുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ആ കുട്ടി പല തവണകളിലായിട്ട് പല ഫിസിക്കൽ അബ്യൂസും അതിന്റെ ഭർത്താവിന്റെ അടുത്തുനിന്ന് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ കുട്ടി ഡിവോഴ്സിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഞാൻ എൻ്റെ മോന് വേണ്ടി ജീവിക്കണ്ടേ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ കുറിച്ച് ആലോചിക്കണ്ടേ. അങ്ങനെ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ച് ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്ന സമയത്ത് നമ്മളൊരു സൂയിസൈഡിലോട്ട് പോകുന്നതിനേക്കാൾ, അല്ലെങ്കിൽ നമ്മൾ മൊത്തം ഒരു ഫെയിലിയറിലോട്ട് പോകുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതല്ലേ വൈകിട്ടില്ല എന്ന് തീരുമാനിച്ച് ലൈഫിൽ ഒരു പ്രശ്നം വരുമ്പോൾ മൂവ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഈ ഇറ്റ്സ് നോട്ട് ടു ലേറ്റ് എന്നുള്ളത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായം തൊട്ട് തന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം പണ്ടൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ഓ ഇത്ര നേരമായിട്ട് നീ പഠിച്ചില്ലേ, അങ്ങനെ ചോദിക്കുക. നാളെ എക്സാം ഉണ്ടെങ്കിൽ നാളെ എക്സാം ഉണ്ട്, എന്നിട്ട് ഇന്ന് ഇരുന്നിട്ടാണോ പഠിക്കണത്, അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് എക്സാം ഉണ്ട്, ഇന്ന് രാവിലെ ഇരുന്നിട്ടാണോ പഠിക്കണത്? നമ്മള് എപ്പോ തുടങ്ങി എന്നുള്ളതല്ല, അല്ലെങ്കിൽ എപ്പോ അങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്നുള്ളതല്ല, ആ തീരുമാനം എടുത്ത ആ പെർട്ടിക്കുലർ ടൈമിന് എപ്പോഴാണോ നമ്മൾ ആ തീരുമാനം എടുത്തത്, അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നത്, ആ ടൈമിനെ ബഹുമാനിക്കുക. കഴിഞ്ഞു പോയ സമയത്തിന് അല്ലെങ്കിൽ ലേറ്റായി വൈകിപ്പോയി ആ സമയത്തിനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, മറിച്ച് ഇപ്പോഴെന്താണോ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇപ്പൊ എന്ത് തീരുമാനം എടുക്കാൻ പ്രാപ്തി നേടിയോ അതിനെ ബഹുമാനിക്കുക, അതിനെ റെസ്പെക്ട് ചെയ്യുക, അതിലൂടെ മുന്നോട്ട് പോകുക. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളുടെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. കുഞ്ഞുങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ പോയിട്ട് എത്ര നേരം വൈകിട്ടാണോ പഠിക്കണത്, അല്ലെങ്കിൽ ഇപ്പോഴാണോ പഠിക്കണത് എന്ന് ചോദിക്കണേക്കാട്ടിലും, കുഴപ്പമില്ല മോനെ, കുറച്ച് നേരം കൂടി ഉണ്ടല്ലോ, നിനക്ക് അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, നിനക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും, നീ ഇരുന്ന് പഠിച്ചോട്ടോ എന്ന് പറയുന്നതിൽ നിന്ന് നമ്മൾ അവർക്ക് കൂടി ഒരു പ്രചോദനം നൽകണം. കുറച്ച് ലേറ്റ് ആയി കഴിഞ്ഞാലും എനിക്കത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പൊ കുഞ്ഞു കുട്ടിയാകുമ്പോഴേ ഇതൊരു പ്രാക്ടീസ് പോലെ വന്നു കഴിഞ്ഞാലാണ് വലുതാകുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾക്കും അവർക്ക് അത് മനസ്സിലുണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു സംരംഭം തുടങ്ങാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരുപാട് പേരൊക്കെ ഇപ്പൊ വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ് വീട്ടിലിരുന്ന് വീട്ടമ്മമാര് ഓൺലൈൻ വഴിയൊക്കെ ബിസിനസ് ചെയ്യണത്. പക്ഷെ ഇവരൊക്കെ നേരിടുന്ന ഒരു പ്രശ്നം, ഇവർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ ലേറ്റ് ആയി പോയോ, അല്ലെങ്കിൽ ഒരുപാട് ഓൺലൈൻ സ്റ്റോറുകൾ ഉണ്ട്, ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്താൽ ക്ലിക്ക് ആവോ, ഇല്ല ഒരുപാട് ലേറ്റ് ആയി, ഒരുപാട് ആൾക്കാരായി, അവർക്കൊക്കെ ഒരുപാട് റീച്ച് ഉണ്ട്, എനിക്ക് തീരെ റീച്ച് ഒന്നും കിട്ടില്ല, ഞാൻ എന്തെങ്കിലും പ്രൊഡക്റ്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ എനിക്കത് കസ്റ്റമേഴ്സിലോട്ട് എത്തിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് അവർ മെല്ലെ മെല്ലെ പിൻവലിയും. ഈവൻ ഞാനാണെങ്കിൽ പോലും, ഞാനിവിടെ ഒരു ബ്രൈഡൽ റെന്റൽ ഷോപ്പ് കൂടി നടത്തുന്നുണ്ട്. എന്നാലും എനിക്കിങ്ങനെ തോന്നും, ഈശ്വര ഇതിന്റെ കളക്ഷൻസ് ഒക്കെ ഔട്ട് ഓഫ് ട്രെൻഡ് ആയി പോയോ, ഇനി എനിക്ക് പുതിയ ട്രെൻഡ് കൊണ്ടുവന്നിട്ട് ആ ഒരു ട്രാക്കിലോട്ട് കയറാൻ പറ്റില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല സമയത്തും ഞാനിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും കേട്ടോ. നമുക്ക് ഫെയിലിയേഴ്സ് ഉണ്ടാവാം, നമുക്ക് മിസ്റ്റേക്സ് ഉണ്ടാവാം, എല്ലാം ഉണ്ടാവാം. പക്ഷെ നമ്മൾ ട്രൈ ചെയ്താൽ മാത്രമാണ് നമുക്ക് മിസ്റ്റേക്സ് വരുള്ളൂ. മിസ്റ്റേക്സ് വരുമ്പോൾ മാത്രമേ നമുക്ക് അതിനെ മാറ്റാൻ പറ്റുള്ളൂ. ഒരിക്കലും ഒരു കുട്ടി ജനിച്ച ഉടനെ എണീറ്റ് ഓടില്ലല്ലോ. ആ കുട്ടി മെല്ലെ മെല്ലെ നടന്ന് ചിലപ്പോൾ 1.5 വർഷമായിട്ടാവും, 1.5 വയസ്സായിട്ടാവും, ചിലപ്പോൾ 2 വയസ്സായിട്ടാവും, ചിലപ്പോൾ 4 വയസ്സായിട്ട് വരെ നടക്കുന്ന കുട്ടികളുണ്ട്. പക്ഷെ നമ്മുടെ സൊസൈറ്റി പറയും 8 മാസം ആകുമ്പോ 8 അടി വെക്കണം, 10 മാസം ആകുമ്പോ 10 അടി വെക്കണം. പക്ഷെ ആ കുട്ടിയുടെ എബിലിറ്റി എപ്പോഴാണോ വരുന്നത് അപ്പോഴാണ് ആ കുട്ടി മെല്ലെ മെല്ലെ പിച്ച വെച്ച് പോവുള്ളൂ. ആ പിച്ച വെച്ച് പോകുമ്പോൾ ഒരുപാട് പ്രാവശ്യം വീഴും, ഒരുപാട് മുറിവുകളാവും. പക്ഷെ ആ മുറിപ്പാടുകളൊക്കെ കാണുമ്പോൾ നമ്മൾ അതൊന്ന് മനസ്സിലാക്കേണ്ടത് എന്താ, അത്രയും ട്രൈ ചെയ്യുന്നുണ്ട് ആ കുട്ടി, എത്തും നടക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും. ഇപ്പൊ ഒരു വ്യാപാരത്തിന്റെ കാര്യമായാലും നമ്മുടെ സ്റ്റഡീസിന്റെ കാര്യമായാലും എന്തായാലും നമ്മൾ ലേറ്റ് ആയി പോയി എന്ന് ചിന്തിക്കുകയല്ല, ഇല്ലെങ്കിൽ ഇന്നെ കൊണ്ട് പറ്റില്ല, ടൈം ഒരുപാട് ലേറ്റ് ആയി എന്ന് വിചാരിക്കല്ല, മറിച്ച് ഇപ്പൊ എനിക്ക് എന്ത് സ്റ്റെപ്പാണ് ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുക, ആ പർട്ടിക്കുലർ മൊമെന്റിൽ എന്ത് കാര്യമാണ് ചെയ്യാൻ പറ്റുക, അത് നമ്മൾ അപ്പൊ ചെയ്യാം.
ഇവൻ നമ്മുടെ ചുറ്റുമുള്ള ഒരാൾക്കാണ് ഈ ഒരു ഇഷ്യൂ വരുന്നത്, അവരാണ് ഇങ്ങനെ ഒരു സ്റ്റക്കായി നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും നമ്മൾ അവരുടെ അടുത്ത് പറയാം, ഇപ്പൊ നിനക്ക് ഇതിൽ എന്താണോ ചെയ്യാൻ പറ്റുക അത് ചെയ്യാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണ് തോന്നുമെങ്കിൽ ഇതിന്റെ ബാക്കിൽ പവർഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ. നിങ്ങളുടെ നിത്യജീവിതത്തിൽ എപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ അയ്യോ ലേറ്റ് ആയി പോയി എന്ന് പറഞ്ഞിട്ട് ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിൽ സ്റ്റക്കായി നിന്നിട്ടുള്ളത്, ഇല്ല ഇനി ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുള്ളത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ടൊന്ന് റിവൈൻഡ് ചെയ്യുക. ആ ഒരു മൊമെന്റിൽ ഓക്കെ ലേറ്റ് ആയി, ഓക്കെ, പക്ഷെ ആ മൊമെന്റിൽ എനിക്ക് എന്തായിരുന്നു അതിനു വേണ്ടി ചെയ്യാൻ പറ്റുക, എന്നിട്ട് ഞാനത് ചെയ്തോ. ആ മൊമെന്റിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം പോലും ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. ഈ ലേറ്റ് ആയി എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ട് ആ ഒരു മൊമെന്റിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ പറയേണ്ട കാര്യം, ഞാനിപ്പോ അതുല്യയുടെ കേസ് പറഞ്ഞില്ലേ, അതുപോലെ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് പേരുണ്ടാവും അങ്ങനെ നെഗറ്റീവ് ട്രോമകളിലൂടെയും കാര്യങ്ങളിലൂടെയും കടന്നു പോകുന്നവര്. വേണ്ട ലേറ്റായി, ഇനി ഇതൊന്ന് പുറത്ത് വരാനൊരു ചാൻസ് ഇല്ല എന്ന് കരുതുന്നവര്. അവരെടുത്ത് നമുക്ക് പറയാൻ പറ്റേണ്ടത് എന്താ? നമ്മൾ പറയുന്നുണ്ടാവും അല്ലേ, ഇല്ല സമയം, നിനക്ക് 20 വയസ്സ് അല്ല, നിനക്ക് 29 വയസ്സല്ലേ ആയിട്ടുള്ളൂ, നിനക്ക് 32 വയസ്സല്ലേ ആയിട്ടുള്ളൂ, നിനക്ക് ഡിവോഴ്സ് ചെയ്ത് വേറെ കല്യാണം കഴിക്കാം. അതല്ല നമ്മൾ പറയേണ്ടത്. അവർക്ക് ആ ഒരു ട്രോമയിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടാവുന്ന പോസിറ്റീവ്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. ഒരിക്കലും ഇങ്ങനെ ഒരു ട്രോമയിലൂടെ അല്ലെങ്കിൽ ലേറ്റ് ആയി പോയി എന്ന് കരുതി സ്റ്റക്കായി നിൽക്കുന്ന ആള് ആ സ്റ്റക്കിൽ നിന്ന് പുറത്തിറങ്ങി വീണ്ടും വേറൊരു ട്രോമ അതായിരിക്കില്ല ആഗ്രഹിക്കുന്നത്. മറിച്ച് അവർക്ക് അതൊന്ന് പുറത്ത് വരണമെങ്കിൽ, അതൊന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തെല്ലാം പോസിറ്റീവായിട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാൾ വേണം. അല്ലെങ്കിൽ എന്തെല്ലാം പോസിറ്റീവായിട്ട് സംഭവിക്കാം അതിന് മാർഗദർശനം നൽകാൻ ഒരാൾ വേണം, അല്ലെ? അതുപോലെ തന്നെയാണ് ഇപ്പൊ സ്റ്റഡീസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, സ്റ്റഡീസിന്റെ കേസിൽ ഇപ്പോ ഒരു ഞങ്ങളുടെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ഇപ്പോഴും 17 വയസ്സ് 18 വയസ്സ് അല്ലെങ്കിൽ 19 വയസ്സാകുമ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞ് പോകുന്ന ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. ഇവിടെ നമ്മൾ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അഡോളസെന്റ് ഏജിലോ അല്ലെങ്കിൽ സ്കൂൾ സ്റ്റുഡൻസ് തന്നെ കോളേജിലേക്ക് ജസ്റ്റ് കയറിയിട്ടൊക്കെ ഉണ്ടാവുള്ളൂ, അവർക്കൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അവരൊക്കെ പറയുന്ന ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിൽ കല്യാണം ഉറപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വീട്ടിൽ കല്യാണം പറഞ്ഞിട്ടിട്ടുണ്ട്, ഇപ്പൊ 2 മാസം കഴിഞ്ഞാൽ കല്യാണം കഴിക്കും. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമലി പ്രഗ്നൻസി കാര്യങ്ങള് വിരുന്ന് അത് ഇത് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു 2-3 വർഷം അങ്ങനെ പോകും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതുവരെ നല്ല ടോപ്പായിട്ട് പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ എങ്ങനെ പോലും ഒരു ആവറേജ് എബോ ആവറേജ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു തിരിച്ചുവരവ് ഉണ്ടാവണില്ല. അവർക്ക് തിരിച്ചു വന്ന് പഠിക്കാൻ പറ്റണില്ല, പഠിക്കാനുള്ള കോൺഫിഡൻസ് പോവാണ്. അയ്യോ ഞാൻ കുറെ ലേറ്റ് ആയില്ലേ, ഇനി എനിക്ക് അഡ്മിഷൻ കിട്ടുമോ, അല്ലെങ്കിൽ ഞാൻ കുറെ ലേറ്റ് ആയി, ഇനിയിപ്പോ അഡ്മിഷൻ കിട്ടിയാൽ തന്നെ എനിക്ക് റെഗുലർ ആയിട്ട് പഴയ പോലെ പഠിക്കാൻ പറ്റുമോ, ഇങ്ങനെ കുറെ ഡൗട്ട്സ് ആണ് ആളുകളുടെ തലയില്. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മുടെ സൊസൈറ്റി പറഞ്ഞു കൊടുക്കുകയാണ്, ലേറ്റ് ആയി ഇനി ഇതൊന്നും നടക്കൂല, ലേറ്റ് ആയി ഇനി ഇതൊന്നും നടക്കില്ല. ഈ സൊസൈറ്റിന്റെ ചിന്താഗതി മാറണമെങ്കിൽ ആദ്യം എന്താവണം, നമ്മളെ പോലെയുള്ള കുറച്ച് ആൾക്കാര് ഇതിനെക്കുറിച്ച് സംസാരിക്കാനും ഈ ഒരു ചിന്താഗതി മാറ്റിയെടുക്കാനും ട്രൈ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തിട്ട് വന്നത് കേട്ടാ. ടോപ്പിക് എന്നൊന്നും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ ക്ലാസ് എന്നൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ഒന്നുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്യാം, നമുക്കും ഇതുപോലെ വന്നിട്ടുള്ള സിറ്റുവേഷൻസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം എന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക് എടുത്തത്. അപ്പൊ ഇനിയിപ്പോ ഇത് നമ്മള് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യമല്ലേ പറഞ്ഞേ. പിന്നെ നമ്മളെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലേ. നമുക്ക് എപ്പോഴാണോ നമ്മളോട് കൂടുതൽ ഇഷ്ടം തോന്നുന്നത്, എപ്പോഴാണോ നമ്മളോടുള്ള സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാൻ തോന്നുന്നത്, അപ്പൊ നമ്മൾ ഒരിക്കലും അയ്യോ ലേറ്റ് ആയി പോയി, എനിക്ക് ഇനി അത് ചെയ്താൽ ശരിയാവില്ല എന്നുള്ള ഒരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല. സെൽഫ് ലവ് എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോ മിഡ് ലൈഫ് ക്രൈസിസ് ഒക്കെ ഉള്ള ആളുകളെ നോക്കുകയാണെങ്കിൽ, മിഡ് ലൈഫ് ക്രൈസിസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമെന്ന് തോന്നുന്നു. ഒരു 40s ഒക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് മിഡ് ലൈഫ് ക്രൈസിസിലൂടെ ആയിരിക്കും അവർ പോണത്. അവർക്ക് ഒരുപാട് ഈ അഡോളസെന്റ് ഗ്രൂപ്പ് എങ്ങനെയാണോ സ്ട്രഗിൾ ചെയ്യുന്നത് അതുപോലെയുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളും ആയിരിക്കും അവർക്ക് ഉണ്ടാവുക മിഡ് ലൈഫിലൊക്കെ. പലർക്കും ഈ സെൽഫ് ലവ് എന്ന് പറയുന്ന ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡ് ലൈഫിലാണ്. അവർ അത്രയും കാലം ലൈഫ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഓടി ഓടി നടന്നിട്ടുണ്ടാവും, അവർക്കൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. ഈവൻ ഒരു മൂക്കുത്തി ഇടുന്നത്, ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയാം. ഒരു മൂക്കുത്തി ഇടുന്നത് എനിക്കറിയാം, 40 വയസ്സ് 45 വയസ്സൊക്കെ കഴിഞ്ഞ കുറെ ആന്റിമാർക്കൊക്കെ ഇപ്പോഴും മൂക്കുത്തി ഇടാൻ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അവര് ഈ പ്രായമായതുകൊണ്ട് ഇനി ആൾക്കാർ എന്ത് പറയും, അയ്യവര് ഇല്ലെങ്കിൽ പാദസരം ഇടുന്നത്,
അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. അവർക്ക് അവരെ അങ്ങനെ കാണണം, മൂക്കുത്തി കാണണം, ഇല്ലെങ്കിൽ പാദസരം ഇട്ട് കാണണം എന്നൊക്കെ ഉള്ളത് ഭയങ്കര ആഗ്രഹമായിരിക്കും. പക്ഷെ ഭർത്താവ് എന്ത് പറയും, മക്കൾ എന്ത് പറയും, സൊസൈറ്റി എന്ത് പറയും എന്നൊക്കെ ആലോചിച്ചിട്ട് അവരവരുടെ ആ ആഗ്രഹം മാറ്റി വെക്കുകയാണ്. ബാക്കിയുള്ളവരൊക്കെ മൂക്കുത്തും പാദസരം ഇടുകയൊക്കെ ചെയ്യണ കാണുമ്പോ, ഇല്ലെങ്കിൽ ഹെയർ കളർ ചെയ്യുന്നത് കാണുമ്പോ ഇവരിങ്ങനെ നോക്കി നിൽക്കും. അയ്യോ എനിക്ക് പറ്റണില്ലല്ലോ, ഞാൻ ഭയങ്കരമായിട്ട് ലേറ്റ് ആയി പോയില്ലേ എന്നൊക്കെയുള്ള ആ ഒരു സമയത്ത് അവർക്ക് എന്താ ഉണ്ടാവണേ, അവർക്ക് അവരുടെ സെൽഫിനെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ലേറ്റ് ആയി പോയോ എന്നുള്ള ചിന്ത കാരണം അത് നടക്കുന്നില്ല. അപ്പൊ നമുക്ക് എപ്പോഴാണോ നമുക്ക് നമ്മളോട് ഇഷ്ടം തോന്നുന്നത്, നമ്മൾ ഏത് രീതിയിലാണോ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത്, അപ്പൊ നമ്മൾ ഒരിക്കലും ഒരാളുടെ പെർമിഷന് വേണ്ടിയിട്ട് കാത്തു നിൽക്കരുത്. ഒരു പെർമിഷൻ, അവർക്ക് സജഷൻസ് പറയാം. ഒരാൾക്ക് നമ്മളോട് നമ്മുടെ കാര്യത്തിൽ സജഷൻസ് പറയാം. ആ സജഷൻ ഉൾക്കൊള്ളണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ഏറ്റവും ടോപ്പായിട്ട് നമ്മള് സെൽഫ് എന്നുള്ളതിനാണ് പ്രിയോറിറ്റി കൊടുക്കേണ്ടത്. നമ്മുടെ ഇഷ്ടത്തിനാണ് നമ്മൾ പ്രിയോറിറ്റി കൊടുക്കേണ്ടത്. അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ മാറ്റി വെച്ച് ലേറ്റ് ആയി പോയി എന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്ന സമയം നമ്മൾ വീണ്ടും ഒരുപാട് കാലം ചിലപ്പോൾ ജീവിക്കും. അത്രയും കാലം നമ്മളുടെ ഈ ആഗ്രഹങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ കിടക്കും. ഇത് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ് കേട്ടോ, ഈ മൂക്കുത്തിയും പാദസരവും ഒക്കെ. അങ്ങനെ നടക്കാതെ പോകുന്ന ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഈ മിഡ് ലൈഫിൽ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്, ഒരു 25, ഇപ്പൊ അധികമൊന്നുമില്ല, എന്നാലും ഒരു 25% ഓഫ് മിഡ് ലൈഫ് ആൾക്കാർ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാർട്ട്ണർ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ ഒരു ഹസ്ബൻഡ് ഉണ്ടായിരുന്നിടത്തോളം കാലം ഭയങ്കര ട്രോമയിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കും കേട്ടോ. ഒരാഗ്രഹവും നടന്നിട്ടുണ്ടാവില്ല, ഒന്ന് ആഗ്രഹം പുറത്ത് പറയാൻ പോലുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടാവില്ല. അവരൊക്കെ ഒന്ന് ജീവിച്ചു തുടങ്ങുന്നത് ചിലപ്പോൾ ആ ഒരു ഏജിലായിരിക്കും. ഈ ആഫ്റ്റർ ഡെത്ത്, അല്ലെങ്കിൽ പാർട്ട്ണറുടെ മരണശേഷം, അല്ലെങ്കിൽ പാർട്ട്ണർ പോയതിന് ശേഷമായിരിക്കും. അപ്പൊ നമ്മൾ പറയാണ്, ഭർത്താവ് മരിച്ചില്ല, നീ അവിടെ ഇരിക്കിട്ടാ, അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, ഡ്രസ്സ് ഇടാൻ പാടില്ല, നല്ല ഡ്രസ്സ് ഇടാൻ പാടില്ല, പൊട്ടിടാൻ പാടില്ല, കണ്ണെഴുതാൻ പാടില്ല, ഇങ്ങനെ കുറെ മാനദണ്ഡങ്ങൾ അവിടെ വെക്കുകയാണ്. അപ്പൊ വീണ്ടും അവരെന്താ ഉണ്ടാവുക, അവരുള്ള ട്രോമയിൽ നിന്ന് ഒന്നുകൂടി ട്രോമയിലോട്ട് പോകും. അല്ലാതെ ഒരിക്കലും അവർ റിക്കവറായി നല്ല ലൈഫ്, നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ലൈഫ് കിട്ടില്ല അവർക്ക്. മറിച്ച് ഈ സൊസൈറ്റി ഇങ്ങനെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുക, ഭർത്താവ് മരിച്ച സ്ത്രീ അങ്ങനെ ചെയ്യാൻ പാടില്ല, ഇല്ലെങ്കിൽ ഇത്ര വയസ്സായ സ്ത്രീ അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താണ് ഈ സൊസൈറ്റി ഇങ്ങനെ അല്ലേ? എല്ലാത്തിനും ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടുണ്ട്. വൈകി എന്ന് നമ്മളോട് ഇങ്ങനെ 4 ഭാഗത്തു നിന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യണ്ടേ, നമ്മൾ ഇവരോടത്തൊക്കെ പറയാൻ പഠിപ്പിക്കണം, ഇല്ലെങ്കിൽ നമ്മൾ തന്നെ ഫസ്റ്റ് പഠിക്കണം. ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. പിന്നെ ഇറ്റ്സ് നോട്ട് ടു ലേറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സിറ്റുവേഷൻ ആണ് ഒരാളുടെ അടുത്ത് സോറി പറയാന്നുള്ളത്. ചിലപ്പോ കുറേ കാലം മുമ്പ് നമ്മൾ ആരോടെങ്കിലും പിണങ്ങിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ കുറെ കാലം മുമ്പ് അവർക്ക് ഹേർട്ട് ആവുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ചിലപ്പോൾ ഞാനൊരു സോറി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇഷ്യൂ സോൾവ് ആവും. നമുക്ക് ഭയങ്കര വേണ്ടപ്പെട്ട ആൾക്കാരായിരിക്കും കേട്ടോ, എന്തെങ്കിലും ചെറിയ കാര്യത്തിന്, ഇല്ലെങ്കിൽ ഈവൻ വലിയ കാര്യത്തിനാണെങ്കിൽ പോലും അവരായിട്ട് പിണങ്ങിയിരിക്കണത് നമുക്ക് ഭയങ്കര മനസ്സിന് നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഈഗോ നമ്മളെ സമ്മതിക്കില്ല, സോറി പറയാൻ ആ സമയത്തൊന്നും നമ്മളെ സമ്മതിക്കില്ല. പിന്നെ കുറെ കാലം കഴിഞ്ഞ് ഇപ്പൊ നമുക്ക് ഇങ്ങനെ സോറി പറയണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇനിയിപ്പൊ ഞാനായിട്ട് അങ്ങോട്ട് പോയിട്ട് സോറി പറഞ്ഞാൽ വീണ്ടും കുത്തിപ്പൊക്കണ പോലെ ആവോ, ഇപ്പൊ ഇത്ര കാലായില്ലേ, ഇനിയിപ്പോ സോറി പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അക്സെപ്റ്റ് ചെയ്യോ എന്നൊക്കെയുള്ള ചിന്ത കാരണം നമ്മൾ ഈ സോറി പറയാതെ ഇങ്ങനെ കൊണ്ടു നടക്കും. പക്ഷെ അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും അല്ലെ. അപ്പൊ ഈ ഇറ്റ്സ് നോട്ട് ടു ലേറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു സിറ്റുവേഷൻ ആണ്, ഇതുപോലെ നമുക്ക് ആരോടെങ്കിലും ഒരു സോറി പറയണം എന്നുണ്ടെങ്കിൽ, നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സോറി കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, എത്ര കാലം കഴിഞ്ഞിട്ടായാലും നമ്മൾ മനസ്സിൽ വിചാരിക്കേണ്ട കാര്യം, ഇല്ല വൈകിട്ടില്ല, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ സോറി പറയാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷെ നമ്മുടെ മനസ്സിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവുമല്ലോ, ഞാൻ ആ സോറി പറഞ്ഞു വിട്ടോ എന്നുള്ളത്. അപ്പൊ ഇന്ന് തൊട്ട് നമ്മൾ ആദ്യം, നിങ്ങൾ കുറെ അഫർമേഷനും കാര്യങ്ങളും ഒക്കെ എഴുതുന്നില്ലേ, അതിന്റെ കൂടെ ഇറ്റ്സ് നോട്ട് ടു ലേറ്റ് എന്നുള്ള ആ ഒരു സെന്റൻസ് കൂടി കൂട്ടിച്ചേർക്കുക. എന്നിട്ട് മനസ്സിൽ തന്നെ വിചാരിക്കുക, നിങ്ങൾക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആരൊക്കെ കാണുന്നുണ്ടോ അവരിങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടോ, ഫിയർഫുൾ ആയിട്ട് നിൽക്കുന്നുണ്ടോ, ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റണില്ല എന്ന് കരുതി നിൽക്കുന്നുണ്ടോ, അവരെടുത്തും നമ്മൾ പറയാ ഇറ്റ്സ് നോട്ട് ടു ലേറ്റ്. എല്ലാ കാര്യത്തിലും ഇറ്റ്സ് നോട്ട് ടു ലേറ്റ് ടു സ്റ്റഡി അഗെയിൻ, ഇറ്റ്സ് നോട്ട് ടു ലേറ്റ് ടു ലവ് അഗെയിൻ, ഇറ്റ്സ് നോട്ട് ടു ലേറ്റ് ടു സേ സോറി, ഇറ്റ്സ് നോട്ട് ടു ലേറ്റ് ടു സ്റ്റേ എ ബ്യൂട്ടിഫുൾ ലൈഫ്. അങ്ങനെ നമ്മൾ പറഞ്ഞു പഠിക്കുക, നമ്മൾ അവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക.
ഇനി ഇതിലിങ്ങനെ നമ്മള് ഒരുപാട് ഞാൻ ഒരുപാട് ക്ലാസ് എടുക്കണതിൽ വലിയ അർത്ഥമൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭയങ്കര ലേറ്റ് ആയി പോയി എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ട് ഇരിക്കുകയെ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാമെന്ന് തോന്നുന്നു. ആ ഒരു ഡിസ്കഷനിലൂടെ നമുക്കും അത് ലേറ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ ലേറ്റ് ആയിട്ടില്ല എന്ന് സ്വയം മനസ്സിലാക്കാനും അതുപോലെ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് ബാക്കിയുള്ളവർക്ക് കൂടി ഡിസ്കസ് ചെയ്ത് ബാക്കിയുള്ളവരോടുകൂടി ഷെയർ ചെയ്യുകയും ചെയ്യാമെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ പറയാണ്ടെങ്കിൽ ഒന്ന് പറയോ? ഹലോ ടീം മെമ്പേഴ്സ്. അപ്പോൾ നമ്മുടെ ദേവിക മാം പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ സെക്ഷൻ്റെ കൂടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കേട്ടോ. നമ്മൾ എപ്പോഴും ഫീഡ്ബാക്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പോയിന്റ്സ് ആണ് പറയാറുള്ളത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ അനുഭവങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടായിരിക്കും. ഓക്കെ, അഖില മാം മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഇതുപോലൊരു സിറ്റുവേഷനിൽ എനിക്ക് ആഗ്രഹങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അത് എനിക്ക് നടത്താൻ പറ്റാത്ത, കൂടെ ഉള്ള ആളിന് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഒതുക്കിച്ചിരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പം ചേട്ടൻ മരിച്ചിട്ട് ഒരു 1.5 വർഷത്തിൽ കൂടുതലായി. അതിനുശേഷമാണ് ഞാൻ അത് കഴിഞ്ഞ് പുള്ളിക്ക് വേണ്ടി ജീവിച്ചു. ഇപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കുറച്ചുപേര് സപ്പോർട്ടാണ്, കുറച്ചുപേര് അതിനെതിര് പറയുന്നുണ്ട്. പക്ഷെ ഞാനത് നോക്കാറില്ല. കാരണം എനിക്ക് ഇനി സമയമില്ലല്ലോ, സമയം പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അതുകൊണ്ട് ഇപ്പൊ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണത് എനിക്ക് വേണ്ടി ഞാൻ ചെയ്യാറുണ്ട്. അങ്ങനെ ആയിരിക്കണം. അല്ലാതെ നമ്മള് പിന്നെ ചില സിറ്റുവേഷനിൽ ഇപ്പൊ തന്നെ ഈ മരണങ്ങൾ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ഒരു സ്നേഹം കൊണ്ടുള്ള ഒരു അഡിക്ഷൻ മൂലമാണ് നമുക്ക് അതിന് ചില സിറ്റുവേഷനിൽ നമുക്ക് അവരിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്തത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോഴത്തെ കുറച്ച് ഈ ആത്മഹത്യയുള്ളത് കാണുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് അവർ പോയില്ല എന്ന് പറയുമ്പം ഞാൻ ഒരു 20 കൊല്ലം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നതാണ്. എന്തുകൊണ്ട് പോയില്ല എന്ന് ചോദിച്ചാൽ എന്റെ മനസ്സിലാണെങ്കിൽ ഇപ്പൊ ഞാൻ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ പുള്ളി മദ്യപിക്കുന്നത് കൊണ്ട് ഒരു ആത്മഹത്യ ടെൻഡൻസി ഉള്ള ഒരാളായിരുന്നു. അപ്പൊ പുള്ളി എന്തെങ്കിലും ചെയ്ത് ഞാൻ പോയത് കൊണ്ട് പുള്ളി ചെയ്യുവാണെങ്കിൽ അത് എനിക്കെന്നും ഒരു കുറ്റബോധം ആയിരിക്കൂലേ. ആ ഒരു മൈൻഡ് കിടക്കുന്നോണ്ടാണ് ഞാൻ അതിൽ നിന്ന് വിട്ടു പോകാണ്ടിരുന്നത്. അങ്ങനെ പലർക്കും പലതും മനസ്സിൽ കാണും. പറഞ്ഞില്ലേ, കുട്ടിയെ നോക്കണമല്ലോ, കുട്ടിയില്ലെങ്കിൽ ഒറ്റയ്ക്കായി പോകും. ഇതെല്ലാം ഓരോ റീസൺ ആണ്. ചിലർക്ക് അതിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ മനസ്സിൽ കൊണ്ട് ഒരു പരിധി വരെയൊക്കെ കൊണ്ടുപോകണം, അത് ശരിയാവും. പക്ഷെ നമ്മുടെ ജീവന് ആപത്ത് പറഞ്ഞ രീതിക്കൊക്കെ വരുമ്പോൾ നമ്മളതിൽ നിന്ന് വിടണം. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് വിട്ടു പോകണം എന്ന് തന്നെ പറയാനുള്ള ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണെങ്കിൽ നമ്മൾ വളരെ ഫിനാൻഷ്യലി ഒരുവിധം സ്റ്റേബിൾ ആയതിനു ശേഷം വിവാഹമൊക്കെ കഴിച്ച് ജീവിക്കണം. അതും കുറച്ച് നമ്മൾ പരിചയപ്പെട്ട് നമ്മൾ തന്നെ കുറച്ച് മനസ്സിലാക്കാൻ നോക്കണം. അല്ലാതെ ഒരു പരിചയവും ഇല്ലാത്തൊരു വീട്ടിലോട്ട് പെട്ടെന്ന് കയറി ചെന്ന് നമ്മൾ ജീവിക്കണം എന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മളെ വീട്ടിൽ കുട്ടികൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം വെച്ചിട്ട് പോണ വീട്ടിൽ അതിൻ്റെ ഒരു 100% പോലും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നല്ലവണ്ണം പരിചയപ്പെട്ട് ഒരു തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാവുന്ന സിറ്റുവേഷനിലോട്ട് മാത്രം പോണതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. പിന്നെ മരണത്തിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല. എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളെ ജീവിതത്തിനെ കൊണ്ടുപോകണം. മറ്റൊരു വേണ്ടിയിട്ട് നമ്മൾ ജീവൻ കളയണത്. ഞാൻ ഇത്രയും കാലം മരിക്കൂല എന്നൊരു തീരുമാനം വെച്ചിട്ടുണ്ടായിരുന്നു എന്റെ ജീവിതം. ഞാൻ ആത്മഹത്യ ചെയ്യൂല. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ പറയുമായിരുന്നു, എന്റെ അച്ഛനും അമ്മ എന്നെ വളർത്തി വിട്ടത് നിങ്ങൾക്ക് വേണ്ടി മരിക്കാനല്ല എന്ന്. അതൊക്കെ എനിക്ക് സ്വയം അങ്ങനൊരു ചിന്ത ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്തു പോകും. ചില സിറ്റുവേഷനിൽ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല. നോർമലി ഇരിക്കുമ്പോഴത്തേക്ക് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യും ഒക്കെ ആയിരിക്കും. പക്ഷെ മദ്യപിച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കാണത്തില്ല. അപ്പൊ ആ സമയം ഒരു സെക്കൻഡ് കൊണ്ടാണ് ഈ മരിക്കണം എന്ന് തോന്നുന്നതും അതിന് രക്ഷപ്പെട്ട് വരണതുമല്ല. ഒരൊറ്റ സെക്കൻഡ് അത് ജീവിച്ച് വന്നാൽ മാത്രമേ നമ്മൾ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുള്ളൂ. അതിന് നമുക്ക് മൈൻഡ് നല്ലൊരു പവർ വേണം. ഇല്ലെങ്കിൽ നമ്മളതിൽ മുങ്ങി പോകും. എന്തെങ്കിലുമൊക്കെ പറ്റി കഴിഞ്ഞിട്ട് പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും ഭയങ്കര സ്ട്രോങ് ആയിട്ട് ആലോചിച്ച് എടുത്തതിന് ശേഷം മാത്രമേ കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കാവൂ. ഇപ്പോഴുള്ള കുട്ടികൾ ഭയങ്കര ലോല ഹൃദയരെന്ന് വേണം പറയാൻ. ചില കാര്യങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഭയങ്കര അടിപൊളിയാണ്, നമ്മളെ കാട്ടിയൊക്കെ ഭയങ്കര ഇതായിട്ട് നിൽക്കും. പക്ഷെ ഭയങ്കര ഇതായിട്ട് വരുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് എനിക്ക് മനസ്സിലായത്. നമ്മുടെ ചുറ്റിലും ഉണ്ടല്ലോ പിള്ളേരൊക്കെ. എൻ്റെ അത്ര ചില സിറ്റുവേഷനിൽ എൻ്റെ മക്കൾ അത്ര പവർഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളെ കുറച്ച് സ്റ്റേബിൾ ആക്കിയതിന് ശേഷം നമ്മൾ ഒരാളിനെ കൂടി
പാർട്ട്ണർ എന്നുള്ള രീതിയിൽ, അല്ലാതെ അധികാരം എന്നുള്ള രീതിയിലല്ല ഒരാൾ വേണ്ടത് കൂടെ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. ഓക്കെ, താങ്ക് യു മാം. ബൈജു സർ കേൾക്കുന്നുണ്ടോ? ഹലോ ഉണ്ട് 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 ഉണ്ട്. സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് തന്നെ എന്തെങ്കിലും എക്സ്പീരിയൻസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒന്ന് ഷെയർ ചെയ്യാവോ സർ? എക്സ്പീരിയൻസ് ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറയാം, എൻ്റെ ഒരു മൈ സ്റ്റോറി ഞാൻ പറയാം ഈ ആഴ്ച തന്നെ. ക്ലാസ് നല്ല ക്ലാസ്സാണ് കേട്ടോ. താങ്ക് യു സർ. താങ്ക് യു ബൈ സർ. ഇതിൽ ഷാസ് എന്ന പേര് കൊടുത്ത ആളൊന്ന് സംസാരിക്കാവോ? ഹലോ ഹലോ മാജിക് മോർണിംഗ്. മാമിന്റെ പേര്? ഷെമീന. ഷെമീന. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ. ഞാന് മുന്നേ വിമോചിക്കുന്നുണ്ടായിരുന്ന ആളാണ്. പിന്നെ കുറെ കാരണങ്ങൾ കാരണം ബാക്കായി പോയി. വീണ്ടും റീജോയിൻ ചെയ്തതാണ്. ഓക്കെ, ഇടക്ക് ക്ലാസ് കേൾക്കാറുണ്ട്, മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. പിന്നെ കാലത്തിന് എനിക്ക് വേറെ ക്ലാസ്സുകൾ വരുന്നുണ്ട്. അതുകൊണ്ടൊക്കെ ലീവ് ആവാൻ പോയിരുന്നതാണ്. നൈറ്റ് കുറേ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങുക. അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ നേരത്തെ കിടന്ന് ഉറങ്ങിയോണ്ട് ഇന്ന് മെഡിറ്റേഷനൊക്കെ പങ്കെടുക്കാൻ പറ്റും. ഓക്കെ. ഇന്നത്തെ സെക്ഷനിൽ നിന്ന് മാമിന് എന്താണ് ഒരു പോയിന്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്? ഒന്നും ലേറ്റ് ആയിട്ടില്ല എന്ന് മനസ്സിലായി. ഞാന് സത്യം പറഞ്ഞ ഇന്നലെ ഇങ്ങനെ ചിന്തിച്ചിരുന്നൊരു വിഷയമായിരുന്നു കേട്ടാ. എക്സാമിന്റെ കാര്യം ഇപ്പൊ എഴുതണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു. അത് ഒരുപാട് ലേറ്റ് ആയ കാരണം കുറച്ച് സമയം എടുത്തിട്ടാണ് ഇപ്പൊ ഞാന് ഇത് +2ൻ്റെതാണ് ചെയ്യുന്നത്. അപ്പൊ അതിപ്പോ ചെയ്യണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു. എനിക്കിത് ക്ലാസ് എടുത്തു തരുന്ന ആൾക്കാരത്ത് ഞാൻ വിളിച്ച് പറയുകയുണ്ടായി, ഞാൻ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് എന്തോ അത് ചെയ്യാനൊരിതില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവരും എൻ്റെ അടുത്ത് പറഞ്ഞു, എന്തായാലും ചേർന്നില്ലേ, അപ്പൊ എക്സാം ഫീ ഒക്കെ അടക്കല് കഴിഞ്ഞു, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്കൊരു ധൈര്യം പോരാ. ഇന്നലെ നൈറ്റ് ഞാൻ അതന്നെ ആലോചിക്കുന്നത്, എന്താ ഇനി ചെയ്യാ. അപ്പൊ ഇപ്പൊ ഇത് പറഞ്ഞപ്പോ എനിക്ക് ചെറുതായിട്ടൊരിത് തോന്നുന്നുണ്ട്, ഒന്ന് ശ്രമിച്ചു നോക്കാം. പിന്നെ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഒന്നും കൂടി റെക്കോർഡ് ക്ലാസ് തന്നെ കേട്ടിട്ടൊക്കെ അത് മനസ്സിലാവണില്ല, കുറച്ച് സമയം എടുത്തല്ലോ അപ്പൊ അത് ഒന്നും കൂടി നോക്കണം. അതിലൊരു ചെറിയ ധൈര്യം കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് ഓഫ് ലക്ക് മാം. ഓക്കെ, താങ്ക് യു ഷെമീന മാം. സലാഹുദ്ദീൻ സർ കേൾക്കുന്നുണ്ടോ? ആരോ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടല്ലോ. ഓക്കെ, ശ്രീഷ്ണ മാം. ഹായ്, മാജിക് മോർണിംഗ്. ഓക്കെ, ദേവിക മാം, നല്ലൊരു ടോപ്പിക് ആയിരുന്നു. ആ ഒരു ടോപ്പിക്കിലൂടെ സത്യം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നടക്കുന്ന കുറെ കാര്യങ്ങൾ മാം ഹൈലൈറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് ഒരുപാട് എന്താ പറയാ ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിലേക്ക് ഇപ്പോഴത്തെ ഒരു സമയത്ത് എത്തിക്കേണ്ട ഒരുപാട് പോയിന്റ്സ് ആണ് മാം ഇന്ന് കവർ ചെയ്തത്. ഇറ്റ്സ് നോട്ട് ടു ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിലും പിന്നെ നമുക്ക് വേറൊരു കാര്യം കൂടി ചിന്തിക്കാം. നമ്മൾ അനാവശ്യമായിട്ട് മറ്റൊരാളോട് ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കരുത്. ഒരു യൂണിഫോം മെത്തേഡിലാണ് ഇപ്പൊ എല്ലാരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 25 വയസ്സിൽ ജോലി, 30 വയസ്സിൽ കുട്ടി, 35 വയസ്സിനുള്ളിൽ വീട്. ഒരു 35 വയസ്സിനുള്ളിൽ ഇതൊന്നും നടന്നില്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ സമൂഹത്തിലുള്ളവരാണെങ്കിൽ പോലും ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ എന്റെ ലൈഫിൽ ഞാൻ എടുത്ത ഒരു ഡിസിഷൻ എന്താന്ന് വെച്ചാൽ, മറ്റൊരാളെ കമന്റ് ചെയ്യേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചാൽ മതി. അടുത്തയാൾ എന്ത് ചെയ്താലും, ഇപ്പൊ എന്റെ സിസ്റ്ററിന്റെ ലൈഫിലാണെങ്കിൽ പോലും അതൊരു വേറൊരു വ്യക്തിയായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. ആ വ്യക്തിനെ നമ്മൾ ബഹുമാനിക്കുക. അവർക്ക് അവരുടെ ലൈഫിൽ
എടുക്കാൻ ഒരുപാട് ഡിസിഷൻ ഉണ്ട്. അവർക്ക് അവരുടേതായ ഫ്രീഡം ഉണ്ട്. എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല, എന്തുകൊണ്ട് കുട്ടിയില്ല, നിങ്ങൾ എന്തുകൊണ്ട് സ്വന്തമായി വീട് വെക്കുന്നില്ല, ഇതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ട ഒരു ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അന്വേഷിക്കുന്ന പക്ഷം നമ്മൾ അവർക്കത് ചെയ്തു കൊടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ അന്വേഷിച്ചോളൂ. അല്ലാത്ത പക്ഷം നമ്മളത് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ ആകെ 24 മണിക്കൂറേ ഉള്ളൂ. അതിൽ ഇത്ര അവേഴ്സ് നമ്മൾ ഉറങ്ങും. ബാക്കി സമയം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ ഞാൻ ലേറ്റ് ആയിട്ട് എടുത്തൊരു ഡിസിഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് കളരി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ചെറുതിലെ മുതല്. ഇപ്പോ എനിക്ക് 27 വയസ്സ് കഴിഞ്ഞു. അപ്പൊ ഇനി പഠിക്കുന്നതിനെ പറ്റി ചിന്തിച്ചപ്പം ഒരുപാട് പേര് ഇങ്ങനെ കമന്റ് ചെയ്തു, നിന്റെ ബോഡി ഇനി ഫ്ലെക്സിബിൾ ആവുമോ, ഇത്രയും വയസ്സായില്ലേ, ഇതൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ പോകണം, ചെറിയ കുട്ടികളുടെ അത്രയും നമുക്ക് അങ്ങോട്ട് ആവില്ലെന്നാ പറയുന്നത്. അപ്പൊ ഞാൻ ഒരു ധൈര്യത്തിൽ പോയി ചേർന്നു. കഴിഞ്ഞ വിജയദശമിക്ക് പോയി ചേർന്നു. അവിടെ ചെന്നപ്പം കുട്ടികളൊക്കെ സെൻട്രൽ സ്പ്ലിറ്റ് അറിയായിരിക്കുമല്ലോ അല്ലെ, ഈ കാലിങ്ങനെ അകത്തി വെച്ച് ഇരിക്കുന്നതൊക്കെ അവർ ഈസി ആയിട്ട് ചെയ്യുക. നമുക്ക് ആ ഒരു കാര്യത്തെ പറ്റി ചിന്തിക്കാനേ പറ്റില്ല. പക്ഷെ ഉള്ള ധൈര്യത്തിൽ ഞാൻ പോയി. എന്താണേലും ഒരു ആഗ്രഹമല്ലേ, നഷ്ടമൊന്നും വരാനില്ലല്ലോ. ഇപ്പൊ ഞാനൊരു ജസ്റ്റ് ഒരു 8 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്റെ ഫസ്റ്റ് സ്റ്റേജ് ഞാൻ കഴിഞ്ഞു. അടുത്ത സ്റ്റിക്ക് ഫൈറ്റിലേക്ക് കടന്നു. എനിക്ക് എന്റെ ബോഡിയിൽ വരുന്ന മാറ്റം എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ഞാൻ കാണുന്നത് 40 വയസ്സുള്ള ആൾക്കാരുണ്ട്, 50 വയസ്സുള്ള ആൾക്കാരുണ്ട്, പല ഏജിലുള്ളവർ ഇപ്പൊ വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് നമ്മുടെ മലയാളികളുടെ മൈൻഡിലേ ഉള്ളൂ ഇന്ന വയസ്സിൽ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ചിലര് അമ്മയും കുഞ്ഞുങ്ങളും വരുന്നുണ്ട്, അച്ഛനും മക്കളും വന്ന് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്റെ ബോഡിയിൽ വന്ന മാറ്റം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇറ്റ്സ് നോട്ട് ടു ലേറ്റ്. എപ്പോ വേണേലും നമുക്ക് ചെയ്യാം. നമ്മുടെ മൈൻഡിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ 50 വയസ്സിലും എനിക്ക് ചെയ്യാം. അതെനിക്ക് മനസ്സിലായി. എന്തായാലും ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ കുറെ കാര്യങ്ങൾ മനസ്സിലൂടെ ഓടി. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. നന്നായിട്ടുണ്ട് കൃഷ്ണ. താങ്ക് യു സർ. അങ്ങനെ ഒരു നിയമം കളരിയിലില്ലട്ടാ. അതെ, നമ്മള് വീഡിയോയിൽ പറയും 70 വയസ്സ് വരെ ഉള്ളവർക്ക് ജോയിൻ ചെയ്യാന്ന്. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ പറഞ്ഞു പേടിപ്പിക്കും. ഇനിയിപ്പോ ബോഡി ഫ്ലെക്സിബിൾ ആവില്ലല്ലോ, ഇത്രയും വയസ്സായില്ലേ, കുട്ടികളാണ് അങ്ങനെ അതൊക്കെ നിയമമില്ല. ചെയ്യുന്നത്. അത് വിചാരിച്ചിട്ട് ആരും പോകാതിരിക്കണ്ട. ഞാനൊരു മാഷാണ്, എനിക്കറിയാലോ. അപ്പൊ ആ നിയമം വെച്ചിട്ട് ആരും വരാതിരിക്കൊന്നും വേണ്ട. എത്ര വയസ്സായാലും ചെയ്യാവുന്നതേ ഉള്ളൂ. വേണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചാൽ ചെയ്യാം, അതിലൊരു പ്രശ്നമില്ല. പിന്നെ കാലിങ്ങനെ അകത്തണം, കുട്ടികളെ പോലെ ചെയ്യണം, അങ്ങനെ വാശി പിടിക്കൊന്നും വേണ്ട. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ. എന്റെ കസി 48-ാമത്തെ വയസ്സിലാ ചേർന്ന്. അതെ, നമുക്ക് ചെയ്യാം തീർച്ചയായിട്ടും. വളരെ യങ് ആണ് അത് കമ്പയർ ചെയ്യുമ്പോ. പിന്നെ ശ്രീകൃഷ്ണക്ക് തീർച്ചയായിട്ടും കഴിയും, ധൈര്യമായിട്ട് വയ്ക്കും. നമ്മൾ കുറെ പഠിപ്പിച്ചതാ, അതുകൊണ്ടാ പറഞ്ഞത്. ഞാൻ പഠിപ്പിച്ചതാണ് കുറെ കളരി, ഞാൻ പഠിച്ചതുമാണ് പഠിപ്പിച്ചതുമാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് ചെയ്യാം, ഒരു പേടി പേടിക്കട്ടെ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഇതാണ് പ്രശ്നം, മെയ്വഴക്കം ഉണ്ടാവുക എന്നുള്ളൊക്കെ ഒരു പേടിയാണ്. അങ്ങനെ പണ്ട് മുതലേ ഓരോരുത്തർ പറഞ്ഞു കേട്ടിട്ടേ. ഏതായാലും വളരെ നല്ല ക്ലാസ് ആയിരുന്നു. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റുള്ള കൺട്രീസിലൊക്കെ ശരിക്ക് 40 വയസ്സൊക്കെ ആകുമ്പോഴാണ്, 40 വയസ്സായിട്ടും അവരെ പഠനം നിർത്തുന്നില്ല. അവർ വീണ്ടും വീണ്ടും അടുത്തത് പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ ഏത് പ്രൊഫഷനാണ് പഠിക്കുന്നത്, അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അതിലേക്ക് ജോലി ചെയ്ത് പിന്നെ അപ്ഡേഷൻ ഇല്ല. പിന്നെ ഓഫീസിൽ അങ്ങനെ ഇരിക്കുക റിട്ടയർഡ് ആകുന്നവരെ. മറ്റുള്ള രാജ്യത്തൊക്കെ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കുക. 40-ലും 50-ലും പേരൻസ് ആയിട്ടും പിന്നെ 40 ബാച്ചിലർ ആയിട്ട് പഠിക്കുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. നമ്മളെ ഈ ഒരു സൊസൈറ്റി ഞാൻ പറഞ്ഞ പോലെ ഒരു ചട്ടക്കൂടായി അങ്ങനെ അത് വളരുകയാണ്. പക്ഷെ ന്യൂ ജനറേഷൻ കുറച്ച് മാറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു, ഇനി ഇവിടുന്ന് വരുന്ന തലമുറ ഒക്കെ. അതേപോലെ ഇതിലൊരു കാര്യം, നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല സമയം എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യം ചെയ്യാനും ഇപ്പോൾ ഒരു നമുക്ക് കേട്ട കോട്ടാണ്. ഇപ്പോൾ ഒരു മരം നടാനാണെങ്കിലും എന്ത് ചെയ്യാനാണെങ്കിലും ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ 10 വർഷം മുമ്പാണ്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ അത് ഏത് ഏജിലാണെങ്കിലും ഈ സമയം ചെയ്യാന്നുള്ളതാണ്. ധൈര്യത്തോടെ മുന്നോട്ട് പോവുക. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് പഞ്ച്വാലിറ്റി ചെയ്യണം. അപ്പോൾ ഇന്നലെ ഞാനും ഹിതാജ് സാറും രാത്രി പോകുന്ന സമയത്ത് ഒരുപാട് നിരന്തരം കോൾ വരുന്നുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സീറ്റിൻ്റെ എന്തോ കാര്യമാണ്, എഞ്ചിനീയറിങ്ങിൻ്റെ 8000 രൂപ ഫീസ് അടക്കണം. അത് ഇന്നാണ് ലാസ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നൊരു ദിവസം കൂടി ഉള്ളൂല്ലേ. അപ്പം എന്നോട് ഇനിയിപ്പോൾ നാളെ രാത്രിയും വിളിക്കും, സമയം കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വിളിക്കും. അതാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു വിഷയം എന്ന് പറയാം. അങ്ങനത്തെ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് സമയത്ത് ചെയ്തില്ല പിന്നെ അതിനൊരു അവസരം കിട്ടില്ല എന്നുള്ള ഒന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. എനിവേ താങ്ക് യു, നല്ല സെക്ഷൻ ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു നൗഫൽ സർ. ഞാനും കൂടി 2 വാക്ക് പറയണ്ടേ?
മാം മാജിക് നല്ല മോർണിംഗ്. ക്ലാസ് ആയിരുന്നു കേട്ടോ. ഇനി അമ്മായിമ്മ ഇനി അമ്മായിമ്മ പറയട്ടെ. സാധാരണ അമ്മായിമ്മ ആണല്ലോ ലാസ്റ്റ് ഫസ്റ്റ് തുടങ്ങല്. ഞാനേ എന്താ പറയണ വെച്ചാല് പിന്നെ എടുത്ത ക്ലാസ്സിന്റെ ടോപ്പിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഞാൻ ക്ലാസ് കേട്ടില്ല, മോള് കരയണ കാരണം. പിന്നെ എന്താ പറയാ, നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിക്കണമെങ്കിൽ നമ്മൾ ചുറ്റുപാടൊന്നും നോക്കേണ്ട ആവശ്യമില്ല, നമ്മളെ പ്രായം നോക്കേണ്ട ആവശ്യമില്ല. ഞാന് ഒരു 4-5 വർഷം മുന്നേണ് ഞാൻ ചുരിദാർ ഇടാൻ തുടങ്ങിയത്. ആ സമയത്ത് നാല് ഭാഗത്തുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ ഇടുന്ന കണ്ടപ്പോഴൊക്കെ. ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ ഇടാൻ തുടങ്ങി കുറച്ചൊരു 3-4 വർഷം കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ ആൾക്കാരൊക്കെ വീണ്ടും ഇടാൻ തുടങ്ങി. അവരും ഇടാൻ തുടങ്ങി. അപ്പോ അതാ പറയുന്നത്, നമ്മൾക്ക് ഇഷ്ടപ്പെട്ടത് നമ്മൾ. ഇപ്പൊ ഞാൻ പാദസരം ഇടുന്നുണ്ട്, അതിനും പറയുന്നുണ്ട്, പറഞ്ഞോട്ടെ, എനിക്കെന്താ, എന്റെ ഇഷ്ടല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇടുന്നത്. അത് മറ്റുള്ളവരെ കാണിക്കാനോ ഒന്നുമല്ല, എന്റെ ഇഷ്ടത്തിനാണ് ഞാൻ ഇഷ്ടപ്പെട്ടത്. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട്. കുറെ ചെറുപ്പത്തിൽ പഠിക്കണം എന്ന് വിചാരിച്ചു. ഇപ്പോഴും എനിക്ക് ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സമയമുണ്ട്. എനിക്കിപ്പോഴും വൈകിട്ടില്ല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഇപ്പൊ പാട്ട് പഠിക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യണതും എല്ലാരും ചോദിക്കും പ്രായമായില്ലേ. പ്രായമായത് ആർക്കാ? ഈ പറയണവർക്ക്. എനിക്ക് പ്രായമായിട്ടില്ല. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന പോലും ഇല്ല. എനിക്ക് ഇനിയും ചെയ്യാൻ സമയമുണ്ട്. എനിക്ക് ആഗ്രഹങ്ങളുണ്ടോ, എനിക്ക് ആരോഗ്യമുണ്ടോ, എനിക്ക് ഇനിയും സമയമുണ്ട് എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. ഇനി എന്റെ മോളെ ക്ലാസ് എന്തായാലും ഞാൻ റെക്കോർഡ് കേൾക്കും. ഞാൻ മോളെ ഇട്ട് അകത്തായിരുന്നു. അപ്പൊ ഓക്കെ, താങ്ക് യു. കുറെ നിർബന്ധിച്ചിട്ടാണ് ഈ കുട്ടി രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടിക്കുന്ന കാരണമാണ് ക്ലാസ് എടുക്കാൻ പഠിക്കാറുള്ളത്. അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടമാണ് ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഈ ഒരു അവസരം ഉണ്ടാക്കിയതിന് താങ്ക് യു. ഓക്കെ, താങ്ക് യു സിന്ധു മാം. ബീന ബീന. ഹായ് ഹായ്, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഇല്ലാന്ന് ഞാൻ ചിന്തിക്കുന്ന ആളാണ് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. നല്ല ക്ലാസ്. താങ്ക് യു മാം. ഞാനും പഠിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പിന്നെ അതിനത്ര വയസ്സായിട്ടില്ല, എന്നാലും പഠിക്കുന്നുണ്ട്. ഞാന് ഇപ്പൊ പുതിയതായിട്ട് ഫ്ലിക്കിംഗ് ന്യൂറോ സ്റ്റിമുലേഷൻ അക്യുപഞ്ചർ പറഞ്ഞ സാധനം പഠിക്കുകയാണ്. അക്യുപഞ്ചറിന്റെ വേറൊരു മോഡല്. അപ്പൊ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിനത്ര വയസ്സായിട്ടില്ല. വയസ്സാകുമ്പോ പിന്നെ നമുക്ക് നിർത്തിയേക്കാം. ബഷീർ സാറിന്റെ പ്രായമൊക്കെ ആകുമ്പോ നിർത്തിയേക്കാം. ചെറുപ്പല്ലേ, എവിടെ വയസ്സാവണണ്ട. 30 വയസ്സ് ചെറുതാ. ബഷീർ സാറ് റസാഖ് സാറിനേക്കാളും ചെറുപ്പാണ്. എത്രയോ വയസ്സിന് താഴെയുണ്ട്. അതെ അതെ. പിന്നെന്താ ഇപ്പൊ മണി സാറാണ്. അത് എത്ര ചെറുപ്പക്കാരനായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടപ്പോ ഒരു 10-25 വയസ്സേ തോന്നിക്കുള്ളൂ. കേൾക്കുമ്പോ എനിക്ക് സന്തോഷാ. എന്റെ ക്ലാസ്മേറ്റാണ്. ഓക്കെ, സമയം 35 ആയിട്ടുണ്ട്. ഷൈനി മാം എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൈനി മാം കംപ്ലീറ്റ് നല്ലൊരു ക്ലാസ് ആയിരുന്നു മാം. ഞാൻ ആലോചിക്കായിരുന്നു, ഞാനൊരു 6ാം ക്ലാസ് തൊട്ട് എന്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഡാൻസ് പഠിക്കുക, അതുപോലെ തന്നെ സ്പോർട്സും വായനയൊക്കെ. ഇത് മൂന്നും എന്തോ ഒരു ബ്ലഡിൽ അലിഞ്ഞ പോലെ അന്ന് ആ കൊച്ചില് തന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അന്ന് വീടിനടുത്തൊന്നും ഈ സംവിധാനമൊന്നുമില്ല, ഇതൊക്കെ പഠിക്കാനായിട്ടൊരു സൗകര്യമൊന്നുമില്ല. കുറച്ച് അങ്ങോട്ടൊക്കെ കൊണ്ടുപോകണം. ഞാൻ വീട്ടിലൊക്കെ എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നേ ഇല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനിയിപ്പം കല്യാണം കഴിയുമ്പം അത് പഠിക്കാം. അപ്പോഴും ഞാൻ നേരെ ഇവിടെ നിന്ന് കേരളത്തിലേ ഇല്ല, പുറത്തേക്കാ പോയ. അവിടെ പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷെ ഭാഷ അറിയില്ല, പുറത്തോട്ട് പോകാനുള്ള സംവിധാനം ഇല്ല. അപ്പോഴും വീണ്ടും അങ്ങ് ഒരു 6-7 വർഷം അങ്ങനെ ഇങ്ങനെ 8 വർഷം അങ്ങനെ അങ്ങ് പോയി. പിന്നെ അതിനുശേഷം ജോലിയൊക്കെ കിട്ടി, ഓക്കെ ഇനി പഠിക്കാന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോ പിന്നെ സിറ്റുവേഷൻസ് എല്ലാം മാറിപ്പോയി. പിന്നെ അതിനുശേഷം ഇപ്പൊ 40 വയസ്സ് കഴിഞ്ഞപ്പം ഞാനിപ്പം എന്റെ ചുറ്റുപാടും എല്ലാം ഞാൻ നോക്കുന്ന ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വൽ ആണ്. നമ്മൾ അവരെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അവരുടെ ഇഷ്ടത്തിന് വിടുക. ഞാൻ എന്റെ ഇഷ്ടത്തിന് ഉള്ള നല്ല ഓരോ എന്റെ എന്തൊക്കെ പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നോ അതല്ല. എയറോബിക്സ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ഡാൻസ് പഠിക്കാനായിട്ട് തുടങ്ങി. അത് ഒരു പ്രോഗ്രാം ചെയ്തു. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളും പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് എന്തൊക്കെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നോ അത് ഒന്ന് ഓരോ ആഗ്രഹങ്ങളായിട്ട് എടുത്തെടുത്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴും ഒന്നും ലേറ്റ് ആയിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. താങ്ക് യു. നല്ലൊരു ക്ലാസ് ആയിരുന്നു.
ഓക്കെ, മാജിക് മോർണിംഗ്. മനസ്സിൽ പറഞ്ഞോളൂ. ദേവിക മാം, നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. നല്ലൊരു ടോപ്പിക്കാണ്. ഇറ്റ് ഈസ് നോട്ട് ടു ലേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇറ്റ് ഈസ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നാ പറയാ. അപ്പൊ എല്ലാതും സംഭവിക്കുന്നതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ മാധുര്യം അതിന് ചിലപ്പോൾ ഉണ്ടായിന്ന് വരും. അപ്പം തുടങ്ങാൻ ഇന്ന് തന്നെയാണ്. ഇപ്പം നൗഫൽ സാർ പറഞ്ഞ മാതിരി 10 വർഷം മുമ്പ് പരം നടന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ഇപ്പോഴാണ് അതിൻ്റെ സമയം. അപ്പോൾ ഡു ഇറ്റ് നൗ എന്നുള്ള ഇതിൽ നമ്മൾ ലിവ് ഇൻ ദ പ്രസന്റ് മൂവ്മെന്റ് പറഞ്ഞ പോലെ ഇപ്പം തുടങ്ങാൻ ഒന്നും വൈകിട്ടില്ല. എന്തായാലും ശരി, നമ്മളെ അപ്ഡേറ്റ് ആക്കാൻ വേണ്ടിയിട്ടായാലും ശരി, നമുക്ക് എന്തെങ്കിലും പഠിക്കാനായാലും ശരി, അല്ലെങ്കിൽ നമ്മളെ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാനാണ് ശരി, സമയം വൈകിട്ടൊന്നുമില്ല എന്നുള്ള ആ രീതിയിലുള്ള നല്ലൊരു ഇൻഫർമേഷൻ തരുന്ന ഒരു ക്ലാസ് തന്നെയായിരുന്നു. ഒരു നല്ല പ്രസന്റേഷൻ ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു മനസ്സൂർ. ദേവിക മാം, എല്ലാവരും പറഞ്ഞപ്പോൾ നല്ലൊരു ടോപ്പിക് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഈ അഫോർമേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു സംഭവം കൂടി ആഡ് ഓൺ ചെയ്യുക. ഓക്കെ, എനിവേ നമ്മുടെ സെഷനിൽ നിന്ന് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുള്ള എല്ലാവരും കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക, അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കുക. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ദി സെഷൻ ദേവിക മാം. സോ ഇതുപോലത്തെ നല്ല ടോപ്പിക്സുമായിട്ട് ഇനിയും വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? താങ്ക് യു ഓൾ, എല്ലാവരുടെയും ഫീഡ്ബാക്കിനും സജഷൻസിനും ഒക്കെ താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു ഓൾ.